എല്ലാവരുടെയും ഫേവറേറ്റ് ആയ സെഗ്മെന്റ് ആണ്. ഇറ്റ്സ് അബൌട്ട് മേക്കപ്പ്. ലക്ഷ്മി മേനൻ ഹാസ് കം അപ്പ് വിത്ത് ദി ടിപ്സ് ഫോർ ക്ലെൻസിങ്. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ശരിക്കും ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും. ക്ലെൻസിങ് എന്തിനാണ് ചെയ്യുന്നത്, ക്ലെൻസിങ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗം എന്നുള്ളത്. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും തീർക്കാനായിട്ട് ലക്ഷ്മി മേനൻ ഇസ് കമ്മിങ്. Hello everyone, Lakshmi here. Welcome back to yet another episode of Pennalaga. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്കിൻ കെയർ ടിപ്സ് ആയിട്ടാണ്. ഒരുപാട് പേർക്ക് അറിയേണ്ടതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ കെയർ. മേക്കപ്പ് മാത്രമല്ല, നമ്മുടെ സ്കിൻ എങ്ങനെ സംരക്ഷിക്കണം എന്ന് അറിയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നല്ലതായിട്ട് സ്കിൻ സംരക്ഷിക്കാൻ അറിയണമെങ്കിൽ മേക്കപ്പ് ഇട്ടാലും നല്ല രീതിയിൽ അതിനൊരു ഫിനിഷിങ് കിട്ടും. നമ്മൾ എത്ര നന്നായിട്ട് സ്കിൻ നോക്കുന്നോ അതുപോലെ തന്നെ, എത്ര നന്നായിട്ട് നോക്കുന്ന പോലെ തന്നെ സ്കിൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മേക്കപ്പ് അതിൻ്റെ പുറത്തിട്ടാൽ അതുപോലെ നല്ലൊരു ഫിനിഷിങ് തന്നെ മേക്കപ്പിന് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാർജസ്റ്റ് ഓർഗനാണ്. നമ്മൾ മിക്കവാറും ശ്രദ്ധിക്കാൻ വിടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇൻറ്റേർണൽ എല്ലാ ഓർഗൻസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത് നിഗ്ലക്റ്റ് ചെയ്യാനാണ് സാധാരണ ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്ന മിക്കവരും പറയാറില്ല. ഞാൻ നിഗ്ലക്റ്റ് ചെയ്യാറുണ്ട് സ്കിൻ കെയറിനെ കുറിച്ച്, ഒന്നും ചെയ്യാറില്ല, ഫേസ് വാഷ് ചെയ്യാറില്ല, മോയ്സ്ചറൈസർ ഇടാറില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കിൻ നമ്മുടെ ഓർഗനാണ്. അത് നമ്മൾ അതിൻ്റെതായ മെയിൻ്റെനൻസ് ആവശ്യമുണ്ട്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്കിൻ ഇഷ്യൂസ് വരുന്നതിന് മെയിൻ റീസൺ ക്ലെൻസിങ് ആണ്. നന്നായിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി ക്ലെൻസ് ചെയ്യാൻ നമ്മളെന്നും അറിഞ്ഞിരിക്കണം. സോ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ ക്ലെൻസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും ക്ലെൻസ് ചെയ്യാൻ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവുന്നത് ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒരിക്കലും ടഗ് ചെയ്യാൻ പാടില്ല. ടഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിവ് വരും നമ്മുടെ സ്കിൻ ക്ലെൻസ് ചെയ്യുമ്പോൾ, അല്ലേ? നമ്മൾ എന്തിനാണ് ക്ലെൻസിങ് തന്നെ ചെയ്യുന്നത്? ക്ലെൻസിങ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തുള്ള ബാക്ടീരിയാസ്, ഇംപ്യൂരിറ്റീസ്, ഡേർട്ട്, പൊല്യൂഷൻ തുടങ്ങിയ ഡെഡ് സെൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ക്ലെൻസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സ്കിന്നിൽ ഏറ്റവും വലിയ കമ്പോസിഷൻ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഓയിലാണ്. നമ്മൾ ഈ വാട്ടർ ആൻഡ് ഓയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറാണ് നമ്മുടെ സ്കിൻ എന്നും സോഫ്റ്റ്, സപ്പിൾ ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയയും ഡേർട്ടും പോകുന്നതിൻ്റെ കൂടെ നല്ല ഓയിൽസ് വരെ അതിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഡ്രൈ ആണ് ആവുന്നത്. ഈ മിക്ക ക്ലെൻസേഴ്സിലും അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സൾഫേറ്റ്സ്. സൾഫേറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറ്റർജൻറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോണ്ട്രി സാധനങ്ങളിലുണ്ടാവും, ഡിഷ് വാഷിലുണ്ടാവും. എന്നാൽ അതൊരു ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് അല്ല. പക്ഷേ ഈ ഒരുപാട് പതയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽസ് വരെ ഭയങ്കരമായിട്ട് അതിൽ കൂടെ അലിഞ്ഞ് ചേർന്ന് പോവും. ഈ അലിഞ്ഞ് ചേർന്ന് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു വലിവ് വരും. കാരണം ഈ ഓയിൽസും വെള്ളമാണ് നമ്മുടെ സ്കിന്നിങ്ങനെ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഈ ഓയിൽസ് പോകുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ക്ലെൻസ് ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, ഒരു വല്ലാത്തൊരു വലിവ് വരും. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സൾഫേറ്റ്സ് ഇല്ലാത്ത ക്ലെൻസേഴ്സ് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. സോ ഞാൻ സാധാരണ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുക ഓയിൽ ക്ലെൻസേഴ്സാണ്. ഇതുപോലെ ഓയിൽ ക്ലെൻസേഴ്സ് മേടിക്കാൻ കിട്ടും. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓയിൽ പോലെയാണ്. സോ ആദ്യം ഇത് ഓയിൽ എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഓയിലി ലൈറ്റ് ഓയിൽ പോലെയാണ്. അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയയും ഡേർട്ടും ഉണ്ടെങ്കിൽ ഇത് ഇളകി വരാൻ സഹായിക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം ചേരുമ്പോൾ ഈ ഓയിൽ ക്ലെൻസേഴ്സ് കുറച്ച് ചെറുതായിട്ടൊന്ന് പതയാൻ തുടങ്ങുന്ന, ഓവർ പതയില്ല, സൾഫേറ്റ്സ് അടങ്ങിയ പതയ പോലെ ഉണ്ടാവില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അത് ലാദർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ കഴുകി കളഞ്ഞതെല്ലാം പോവും. പക്ഷെ നിങ്ങൾക്ക് സ്കിന്നിന് ഇങ്ങനത്തെ ഒരു ടഗ് വരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന എന്ത് ഡ്രൈ സ്കിന്നിലുള്ള ആൾക്കാർ ഇടുന്നതിൽ എല്ലാത്തിലും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷസ് ആയിരിക്കണം. പിന്നെ ഒരു പ്രായം കഴിഞ്ഞവർ, ആൻറ്റി ഏജിങ് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, 30 എബവ് ഉള്ള ആൾക്കാരാണെങ്കിൽ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഫേസ് വാഷസിൽ സൾഫേറ്റ് ഫ്രീ മാത്രമല്ല, അതിനകത്ത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് അടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്.
ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിക് ആസിഡ് തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉള്ളത് നിങ്ങളുടെ ഫേസ് വാഷിലുണ്ടെങ്കിൽ സ്പോട്ട്സ്, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് റിങ്കിൾസ്, സർഫസിൽ ഉണ്ടാവുന്ന ഡ്രൈ പാച്ചസ് തുടങ്ങിയവ കളയാൻ സഹായിക്കും. അതുപോലെ തന്നെ കുരുക്കളുള്ള കുട്ടികളായാലും അതെ, ആക്നി ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ് വാഷസിൽ എപ്പോഴും എന്താ പറയുക സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷസ് വേണം ഉപയോഗിക്കാൻ. പക്ഷേ ഓയിലി സ്കിൻ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം സൾഫേറ്റ്സ് കുറച്ച് ഫേസ് വാഷസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. കാരണം സൾഫേറ്റ്സ് ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ സ്കിന്നിൽ ഡ്രൈ ആയിട്ട് ഓയിലി സ്കിൻ ആൾക്കാർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണ് ഫസ്റ്റ്ലി. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ ബ്രെയിൻ സ്കിന്നിനോട് പറയും കൂടുതൽ ഓയിൽ പുഷ് ചെയ്യാൻ പറയും. അങ്ങനെ നിങ്ങൾക്ക് സാധാരണ കൂടുതൽ ഓയിലി ആവും. ഓയിൽ കൂടുന്നിടത്തോളം നിങ്ങളുടെ സ്കിന്നിൽ ബ്ലോക്കേജ് വന്ന് അത് ഫുൾ പോഴ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്നി കൂടാനാണ് ചാൻസ്. അപ്പോൾ പ്രിഫറബിളി സൾഫേറ്റ് ഫ്രീ ബട്ട് ദാറ്റ് കണ്ടെയ്ൻസ് സാലിസിലിക് ആസിഡ്. ഇതാണ് സാധാരണ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ടൈപ്പ് ഓഫ് ക്ലെൻസേഴ്സ് ഉണ്ട്. എനിക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ് പേഴ്സണലി. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസേഴ്സ് പറ്റുകയാണെങ്കിൽ ഓയിൽ ബേസ്ഡ് ഇതുപോലത്തെ ഓയിലി ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ക്രീം ബേസ്ഡ് ക്ലെൻസേഴ്സ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ക്രീമാണ്, നമ്മൾ മുഖത്തിടുമ്പോൾ നല്ല ക്രീമി ആയിരിക്കും. നമ്മുടെ മുഖത്ത് ഇട്ട് കഴിയുമ്പോൾ അതൊരു ഓയിൽ പോലെ ആവും. അത് കഴിഞ്ഞ് വെള്ളം ഇടുമ്പോൾ അത് നല്ല ലാദർ ചെയ്ത് ലൈറ്റായിട്ട് ലാദർ ചെയ്ത് സ്കിന്നിൽ നിന്ന് അത് ഫുള്ള് നമ്മൾ നാച്ചുറൽ ഓയിൽസ് സ്ട്രിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാൻ സഹായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മിക്കവാറും ഫേസ് വാഷസ് ഉപയോഗിക്കുമെങ്കിലും നമ്മൾ അതിന് ടോൺ ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ശ്രദ്ധിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ടോൺ ചെയ്യുക അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും, സ്കിൻ ഫ്ലേക്ക് ചെയ്യാൻ തുടങ്ങും. ഓയിലി സ്കിന്നുള്ള കുട്ടികൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടും. നിങ്ങൾക്ക് സാധാരണ ഞാൻ മോയ്സ്ചറൈസേഴ്സ് എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്തായാലും വെരി സൂൺ വരുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഐ വിൽ സീ യു സൂൺ, വെരി വെരി സൂൺ. അൺടിൽ ദെൻ ബൈ.